തുടങ്ങാൻ പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു മേളിൽ എനിക്കൊരു ചെറിയ പച്ചക്കറിയുടെ ഇതുണ്ടെന്ന്. അവിടെ നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് ചീരയും ചില പച്ചമുളകും ഒക്കെ പറിച്ചിട്ട് നമുക്ക് ഇന്നൊരു വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് മേളിലേക്ക് പോവാം. ഓക്കെ, വെള്ളയുടെ കൂടാണ്. വെള്ള വാ, ഓടി വാ. അപ്പൊ ഇതാണ് എല്ലാ ചെറിയ ചെറിയ പച്ചക്കറി. ഇതാണ് ഇത് പച്ചക്കറി കൃഷിയാണ്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയുണ്ട്. ഇത് നാരകമാണ്, വെണ്ടയ്ക്ക, പിന്നെയും ചീര, വെണ്ട, പിന്നെ കരിയാപ്പുണ്ട്, പേരയുണ്ട്, മുളകുണ്ട്, പച്ചമുളകുണ്ട്, വഴുതനങ്ങയുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഞാനൊരു സെലറി വെച്ചിട്ടുണ്ടെന്ന്. സെലറി നമുക്ക് ആവശ്യത്തിനുള്ള തണ്ട് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് അതിൽ നിന്ന് എടുക്കും. പയറുണ്ട്, പിന്നെ ഭാര്യയുടെ പ്രിയപ്പെട്ട ഒരു റോസ് ഉണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് മുളകുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മുളക് എടുക്കാം. മുളക് നല്ല വിളഞ്ഞു നിൽക്കുകയാണ്. ഇത് നല്ല നാച്ചുറലായിട്ട് തന്നെ ഒരു വിഷാംശവും ഇല്ലാത്ത തന്നെ കുറച്ച് മുളകും കുറച്ച് ചീരയും ഒക്കെ ഇട്ട് ഒരു ഫുഡ് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഞാൻ ഈ ചീരയെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തണ്ട് ഇങ്ങനെ ജസ്റ്റ് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പൊട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതും ചിക്കനും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. ഓക്കെ, വളരെ കുറച്ച് മതി. ചീര നല്ല ഫ്രഷ് ആയിട്ട് ഒരു വിഷവും ഇല്ലാത്ത ചീര. പിന്നെ എനിക്ക് കുറ്റി കുരുമുളകുണ്ട്. ഇതാ കുരുമുളക് എല്ലാം ആയി നിൽക്കുകയാണ്. കുറ്റി കുരുമുളകുണ്ട്. പിന്നെ താഴെ വേണമെങ്കിലും കുരുമുളക് ആയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ കുരുമുളക് ആയിട്ടുണ്ട്. ഇത് വലിയതായിട്ട് ആകത്തില്ല. പിന്നെ വളരെ സ്പെഷ്യലായിട്ട് ക്ലോസറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡാമേജ് ആയ ഒരു ക്ലോസറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റാത്തപ്പോൾ അതിലേക്ക് ഒരു ഓമ പൂത്തിട്ടുണ്ട്. പിന്നെ ഇത് തഴുതാമയാണ്. അപ്പോൾ തഴുതാമയുടെ ഈ ഇല ഇത് നല്ല കറക്റ്റായിട്ടുള്ള സമയമാകുമ്പോഴത്തേക്കും മേളിലത്തെ ഇങ്ങനെ ഇത് മാത്രം ഒടിച്ചെടുത്ത് തഴുതാമയും ചക്കക്കുരുവും ഒക്കെ ഇട്ട് വൈഫ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി തരാം. പിന്നെ പാവലുണ്ട്. പിന്നെ എനിക്ക് വളരെ മെയിനായിട്ട് പറയാനുള്ള ഒരു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ അതൊന്ന് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു വെജിറ്റബിൾ ആണ്. ഈ ഒരു ചേമ്പാണിത്. അപ്പൊ ഈ ചേമ്പിന് സാധാരണ ചേമ്പിനുള്ളതുപോലെ ഇതിന് വിത്തില്ല. ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ, ഇന്തോനേഷ്യ എന്ന് ഒരാൾ കൊണ്ടുവന്ന് ഇപ്പോൾ ഒത്തിരി വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന് വിത്തില്ല. അപ്പം ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ഡിസൈൻ ഉണ്ട് ഈ ഇലയിൽ. നോക്കൂ, ഈ ഇലയിൽ ഒരുപാട് ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ട്. അപ്പം ഈ ഇലയും തണ്ടുമാണ് നമ്മൾ തോരൻ വെക്കുന്നത്. ഇപ്പം ഇന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡിഷ് ഇതിൻ്റെ ഈ ഇല വെച്ചുകൊണ്ട് ഞാൻ ഒരു വെജിറ്റേറിയൻ ഒരു ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം അതുകൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് വന്ന്. പിന്നെ ഉണ്ടമുളകുണ്ട്. ഉണ്ടമുളകായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ അത്യാവശ്യം ജസ്റ്റ് ഒരു വലിയ വിഷമില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പച്ചക്കറി. പിന്നെ അത്യാവശ്യം പനിയോ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് പനിയും കൂർക്കയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്കിനുള്ളത് ചീരയും മുളകും എല്ലാം പറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ചേമ്പ് പറിക്കാനായിട്ട്
എല്ലാം നോക്കും, എല്ലാ പച്ചക്കറിയുടെ എല്ലാം വെള്ളം ഒഴിച്ചോ നോക്കും, എല്ലാമാണ് കംപ്ലീറ്റ് ഡയറക്ഷൻസ്. ഓക്കെ, ഹായ്, വെൽക്കം ബാക്ക് ടു അബൂസ് ഗാലറി. അപ്പൊ ഇന്ന് നമ്മള് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ട്, അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ചിക്കനും കുറച്ച് വെജിറ്റബിളും, അത് ചിക്കനും എല്ലാം നന്നായിട്ട് അരച്ച് അത് ചെറിയൊരു പാറ്റി, ലെങ്തി ആയിട്ടുള്ള നീളത്തിലുള്ള ഒരു പാറ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വിഭവമാണ്. നമുക്ക് ചിക്കന്റെ ബ്രസ്റ്റ് മാത്രമേ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, നെഞ്ചിന്റെ ഭാഗം. അപ്പം കഴിഞ്ഞ എന്റെ 2 ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചിക്കൻ ഒന്ന് അതായത് സെപ്പറേറ്റ് ആക്കുന്ന, ബോൺലെസ് ആക്കി സെപ്പറേറ്റ് ആക്കുന്ന ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അതിനാ ഞാനൊരു മൊത്തത്തോടെ ഉള്ള ഒരു ചിക്കനായിട്ട്, അപ്പം അത് ആ ഒരു സജഷൻ വന്നതുകൊണ്ട് എന്നാ പിന്നെ അതുകൊണ്ട് ഒന്ന് കാണിച്ചേക്കാന്ന് ചോദിച്ചത്. നമ്മൾ ചെറിയ ഫാമിലീസ് ആണ്, അതിൽ ഒരു ചിക്കന്റെ 2 പോർഷൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പിന്നെന്ത് ചെയ്യും? അപ്പൊ അതിന് വേറൊരു ഡിഷ് നമുക്ക് ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉള്ളൊരു എന്തെങ്കിലും ഒരു എന്താണ് ഫ്രിഡ്ജിൽ അത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയോ എന്താണോ ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ ഒരു ഡിഷിന് വേണ്ടി ഞാൻ ബ്രസ്റ്റിന്റെ പീസ് മാത്രം എടുക്കുന്നുള്ളൂ, 2 ബ്രസ്റ്റിന്റെ പോർഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ബോൺലെസ് ആക്കാനായിട്ട്, ബോൺലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഗ് പീസ് ബോൺലെസ് ആക്കുന്നില്ല, ഞാനത് കഴുകി വാഷ് ചെയ്തതല്ല, ചിക്കൻ ജസ്റ്റ് അവിടുന്ന് വാങ്ങിക്കൊണ്ട് വന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ബ്രസ്റ്റിന്റെ പോർഷനായിട്ട് തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ വേണമെങ്കിൽ ഈ മാർക്കറ്റിൽ കിട്ടും. ഇല്ല, അത് കിട്ടാത്തവരാണെങ്കിൽ എപ്പോഴും അതിനേക്കാളിലും കുറച്ച് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ച് ടേസ്റ്റ്. ഇങ്ങനെ ബ്രസ്റ്റ് ഒറ്റ പീസായിട്ട് കിട്ടി. ഈ രണ്ട് ബ്രസ്റ്റിന്റെ പീസാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ഫുഡിന് വേണ്ടി എടുക്കുന്നത്. ഇത് ജസ്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ബോൺലെസ്. അങ്ങനെ നമ്മുടെ ബോൺലെസ് ബ്രസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഈ 2 പോർഷൻ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് പീസാണ്. ബാക്കി വരുന്ന പോർഷൻസ് നമ്മൾ ഒന്നുകിൽ ഇതുപോലെ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ വേറെ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ആക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം ഇത് നമ്മൾ വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം. പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് സൂക്ഷിക്കുകയാണ്, ഇതിന്റെ ബ്രസ്റ്റും അതിന്റെ കൈയും എല്ലാം കൂടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പെടലി ചില ആൾക്കാർക്ക് പെടലി ഭയങ്കര ടേസ്റ്റാന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ വലിയ മീറ്റ് ആയിട്ടൊന്നുമില്ല. അപ്പൊ നമുക്കിത് ഞാൻ എടുക്കുന്നില്ല. അപ്പൊ ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുകൂടെ ഒന്ന് പീസാക്കുക, ഒരു 3 പീസാക്കുക. ഒരു സൈഡിലെ ബ്രസ്റ്റ് 3 പീസാക്കുക. ഇതെന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ, നമ്മൾ ഈ ഫ്രഷ് മേടിക്കുമ്പം ശരിക്കും ചില ആൾക്കാർ ഇതിനകത്ത് വിനാഗിരി ഒഴിക്കും, അല്ലെങ്കിൽ നാരങ്ങ നീരൊഴിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഈ ചിക്കന് ഒരു നാച്ചുറൽ ആയിട്ടൊരു ടേസ്റ്റ് ഉണ്ട്, ആ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപ്പ് മാത്രമിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കഴുകുക.
അപ്പൊ ഈ ചിക്കന്റെ ഈ കംപ്ലീറ്റ് ബ്ലഡ് സ്റ്റെയിനും ഇതിനകത്ത് പോകും. ഇതിന്റെ കളർ തന്നെ ഡിഫറെന്റ് ആയിരിക്കും. ടേസ്റ്റിന് വലിയ വ്യത്യാസം വരത്തില്ല. ഇത്തിരി വിഷത്തിന്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹോർമോണോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 2 സ്പൂൺ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്വല്പം വെള്ളം കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഞെരടുക. ഇതിനകത്തുള്ള ആ ബ്ലഡിന്റെ അംശം മുഴുവൻ ഇങ്ങനെ വെളിയിൽ വരും. നന്നായിട്ട് ഇങ്ങനെ ഇറക്കി നമ്മളിതങ്ങോട്ട് കഴുകി എടുക്കുമ്പോഴത്തേക്കിന് ഈ പിങ്ക് കളർ അങ്ങ് മാറും. കുറച്ച് വെള്ളം ഒഴിക്കുക. അത് നന്നായി വളരെ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ആ ബ്രസ്റ്റ് പീസ് രണ്ട് പോർഷൻ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 സവാള, ഒരു 6 പച്ചമുളക്, എരിവ് അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 10, 20, 22 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ചീര, ഒരു മുട്ട, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക്. അപ്പൊ നമുക്ക് സവാള ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സവാളയും ഈ പച്ചമുളകും എല്ലാം നമ്മൾ ഈ മിക്സിംഗ് മെഷീനകത്തിട്ട് ജസ്റ്റ് അരച്ചിങ്ങെടുക്കുകയാണ്. അപ്പം ഈ മിക്സിംഗ് മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടാണേലും ഇങ്ങനെ അരച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചീര വളരെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ നമ്മളിത് വേറെ ചീര തന്നെയായിട്ട് കുക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇത് പച്ചയ്ക്ക് തന്നെ ഇതിനകത്തിട്ട്, ഈ മീറ്റിനകത്തിട്ട് നമ്മളങ്ങ് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് വളരെ സ്വാദുള്ള ഒരു ചിക്കൻ പാറ്റിയാണ്. ഇത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. പിന്നെ ഇതുണ്ടാക്കി സപ്പോസ് നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കുറച്ച് ഒരു 5-6 പീസ് കൂടുതലുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കാം, പിന്നെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്കിത് ഇന്നിപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയതിന്റെ ബാലൻസ് വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ആഴ്ചകളോളം ഉപയോഗിക്കാൻ പറ്റും. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇത് നല്ല തിന്നായിട്ട് ഞാൻ ഇത് അരിഞ്ഞിട്ടുണ്ട്. യാതൊരു വിഷവും കാര്യങ്ങളും ഒന്നുമില്ലാത്ത നല്ല നാച്ചുറലായിട്ട് വളവും ചാണകപ്പൊടിയും ഒക്കെ മാത്രം ഇട്ട് ഞാൻ ഉണ്ടാക്കി. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ, ഈ മേളിൽ ഇങ്ങനെ ഇത് കിളുത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. അപ്പൊ നമുക്കിത് ചിക്കൻ നമ്മൾ വെച്ചിരിക്കുന്നത്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മിക്സ് ചെയ്തെടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു 2 സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി,
മിൻസിങ് ഓൾമോസ്റ്റ് തീരാറായി. നമ്മളിത് ഇനി ഈ ചീരയും കൂടെ ഇട്ട് അതിനകത്തൊരു ചില ഗരം മസാലയും ചുവപ്പും കുരുമുളകും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പൊ ഇതില്ലാത്തവര്, ഈ മെഷീൻ ഇല്ലാത്തവര് നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷെ മിക്സിയിലിട്ട് അടിക്കുമ്പം ഇത് ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതൊരു ഓവറായിട്ടങ്ങ് എന്താണ് അരിഞ്ഞു പോകും. അതൊന്ന് നോക്കിയാൽ മതി. അത് 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുവോ, പതുക്കെ ഒന്ന് രണ്ട് കറക്കി ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതിയായിരിക്കും. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കോഴി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഈ ഇൻഗ്രീഡിയൻറ്റിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒത്തിരി സമയമൊന്നും വേണ്ട. ചീരയും ചിക്കനും എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അല്ല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. വീണ്ടും ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അത് ഒന്ന് എടുത്തു കൊടുക്കുക. കാരണം വെച്ചാൽ ഇതിനകത്ത് വേറെ നമ്മൾ ഒരു മുട്ടയുടെ ആഡ് ചെയ്യുന്നുണ്ട്. ബൈൻഡിങ് ഏജന്റ് ആയിട്ട് ഈ കോൺഫ്ലോറും ഈ മുട്ടയും മാത്രമേ വരൂ. അപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മൾ ഈ കോൺഫ്ലോറും മുട്ടയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കിന് ഷാലോ ഫ്രൈ ചെയ്ത്, അതായത് ഒരുപാട് എണ്ണ ഒഴിച്ചല്ല ഇത് ഫ്രൈ ചെയ്യുന്നത്, അങ്ങ് വിട്ടു പോകും. അപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാറ്റിയാണിത്. എ ഡിഫറെന്റ് പാറ്റി, വളരെ വ്യത്യസ്തമായിട്ട്. സാധാരണ നമ്മുടെ കടകളിലൊക്കെ പാറ്റീസ് മേടിക്കാൻ കിട്ടും. എന്നാൽ അങ്ങനെയുള്ള യാതൊരു വിധമായ സാധനങ്ങളും ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പ്യൂറായിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും മാത്രം. പിന്നെ എക്സ്ട്രാ എന്ന് പറയുന്നത് 1 സ്പൂൺ കോൺഫ്ലോർ, 1 മുട്ട. ഓക്കെ, മിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ ചിക്കനും ചീരയും എല്ലാത്തിലേക്ക് ഞാനൊരു അരമുറി നാരങ്ങ നീര് മിക്സ് ചെയ്യാണ്. അരമുറി മതി, ഒരുപാട് പുളിയാകണ്ട. ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിനകത്തൊരു ചെറിയൊരു വെള്ളത്തിന്റെ മയമുണ്ട്. അത് കുഴപ്പമില്ല, നമ്മളിത് മോൾഡറിനകത്ത് വെച്ച് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. അപ്പൊ ഞാൻ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന
ഒരു മോൾഡറിനകത്ത് വെച്ച് അതിപ്പോൾ നല്ലൊരു കറക്റ്റ് ഷേപ്പ് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. ഒരു രണ്ട് ഇതിന്റെ ഒരു പോർഷൻസ് കഴിച്ചാൽ മതി. അപ്പൊ നമ്മള് പാൻ വെച്ചു, അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മുങ്ങിക്കിടക്കണ്ട. ഇതിന്റെ ഈ രണ്ട് സൈഡ് ഒന്ന് എണ്ണ മുട്ടിക്കിടക്കത്തക്ക രീതിയിലുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പൊ നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റീസ് ജസ്റ്റ് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു സൈഡ് മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. നമ്മൾ ഒരുപാട് ബൈൻഡിങ് ഏജൻസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പം വിട്ടു പോകാതെ വളരെ സൂക്ഷിച്ചു വേണം ഇടാനായിട്ട്, തിരിച്ചിടാനായിട്ട്, മറിച്ചിടാനായിട്ട്. അപ്പൊ ഞാനിതിപ്പോ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമോ അല്ല, ലോ ഫ്ലെയിമോ അല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇപ്പോൾ ഒരു മറ്റേ രണ്ടാമത്തെ സൈഡും ഒരുമാതിരി ഒന്നായി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഇതൊന്നും ഒരു സാധനം കുക്ക് ചെയ്തിട്ടല്ല ഇട്ടിരിക്കുന്നത്, എല്ലാം റോ ആയിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തു, ചീര അരിഞ്ഞു, അത് മിക്സ് ചെയ്തു, ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്തു. അപ്പോൾ അത് ഇതിന്റെ ഈ ഓയിലിൽ നന്നായിട്ട് വേകണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നന്നായിട്ട്, ചൂട് നല്ലതായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിം ആക്കി. ഇത് കുക്ക് ആകാനായിട്ട് ലോ ഫ്ലെയിം ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആദ്യം മാത്രം നമ്മൾ ഫുൾ ഫ്ലെയിം കൊടുക്കുക, മീറ്റ് ഇടുക, അതിനുശേഷം ടെമ്പറേച്ചർ ചൂട് 2 പ്രാവശ്യമായിട്ട് കുറയ്ക്കുക, മീഡിയം പിന്നെ ലോയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ചീര ചിക്കൻ പാറ്റി റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു കോരി കൊണ്ട് എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ചീര വിത്ത് ചിക്കൻ പാറ്റി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ 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 ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, എന്നാൽ ഭയങ്കര കലോറീസ് ആണ്, റിച്ച് ആണ്, ടേസ്റ്റിയാണ്. ദയവായി എല്ലാവരും ഈ ഫുഡ് ട്രൈ ചെയ്ത് നോക്കണം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് എന്റെ മകൻ തന്നെയാണ് വരുന്നത്, അഖിൽ. അപ്പം മകൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയും. സത്യസന്ധമായ അഭിപ്രായം പറയുക, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക. ഓക്കെ, ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ പുതിയ വിഭവങ്ങളുമായി എത്തുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ പുതിയ പുതിയ വിഭവങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ കമന്റ് അത് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പം അതനുസരിച്ച് എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് അടുത്തതിലേക്ക് എനിക്ക് കടക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പൊ അടുത്ത ഒരു വിഭവമായി നമുക്ക്